ഇനിയെങ്കിലും പോകാമോ? ഒരു മിനിറ്റ് സംസാരിച്ചോണ്ടിരിക്കല്ലേ. കൃഷ്ണ, നമുക്ക് പോവാം. ആരാ അത്? ആരാന്നു? നിലയുടെ കൂടെ. കൃഷ്ണ, നിലയുടെ അച്ഛൻ. അവളുടെ അമ്മ? അതിന്റെ അമ്മയുടെ പേര് ഭാനുമതി. അവരെവിടെ? അവളെ എന്നേ മേലേക്കെടുത്ത്. എന്താ എന്താ പറഞ്ഞേ? പിന്നെ അല്ല, അതെന്ത് പറയാനാ? നല്ലതോ ചീത്തയോ ബുദ്ധിയുള്ള ഒരാളെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ കണ്ടേ. ആ പെണ്ണിനെ നന്നായി നോക്കിയില്ല, അതാ ചത്തത്. ഇപ്പൊ കുരങ്ങന്റെ കൈ പൂമാല കെട്ടിയപോലെ ആ കുഞ്ഞ് അവന്റെ കയ്യിലുമായി. ഇനി ഇതിനെ എന്നാണോ കൊല്ലാൻ പോകുന്നത്? ഇവൻ ഒരുത്തം കാരണം ഒന്നും ഉറങ്ങാനും പറ്റുന്നില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഞാനൊരു പെണ്ണിന്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അവള് പ്രസവിച്ച കുഞ്ഞിനെ എടുത്ത് ഞാൻ തോളയിലിട്ടോണ്ടെന്നാ നീ വെറുതെ നോക്കി നിൽക്കുമോടി? വരുന്നോ ഇല്ലയോ? ശ്വേത, ശ്വേത, എന്തു പറ്റി? കാർത്തിക്, അതില്ല. അച്ഛാ, ശ്വേതനെ ഒന്ന് കണ്ടിട്ട് വരാ അച്ഛാ. നമ്മുടെ മോളല്ലേ അവള്. അപ്പൊ അവിടെ പോകാം. പിന്നെ അല്ല അച്ഛാ, അത് കൃഷ്ണൻ തന്നെയാ. ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ എവിടെയാ ഉള്ളെ? അച്ഛൻ ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കാം. ശ്വേത, ഇനി ശ്വേതനെ ദിനോസറെന്ന് വിളിക്കില്ല. സോറി ടീച്ചർ. നില വീട്ടിൽ പോകാം. നില വീട്ടിൽ പോകാം. കാർത്തിക്, അച്ഛാ, നില വരുന്നില്ല, നീ പോ. എന്താ വരാ? നില വരുന്നില്ല. നില വാ. വരത്തില്ല. അച്ഛാ, നീ പോ. നില വീട്ടിൽ നീ പോ. നില വരുന്നില്ലെന്നല്ല പറഞ്ഞത്. നില നില വരുന്നില്ല. നില എനിക്ക് നില 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 ഇനി വരത്തില്ല നിന്റെ കൂടെ. മര്യാദക്ക് എണീച്ച് പോ. അച്ഛാ, എന്താ ഇത്? വേഗം വാ. അയാളെ വിട്ടേക്ക്. I said leave him. കൃഷ്ണ, എന്താ കൃഷ്ണ ഉണ്ടായത്? നിങ്ങൾക്ക് എന്താ ഈ കാണിക്കുന്നേ? മനസാക്ഷിയില്ലേ നിങ്ങൾക്കാർക്കും? അങ്കിൾ, അവൻ Shut up. ഭാനു എന്റെ മോളാണ്. ഈ 5 വർഷം ഞങ്ങൾ എവിടേക്കോ അന്വേഷിച്ചു. അവൾക്ക് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഇപ്പോഴും എവിടെയോ ഒരിടത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷേ
ഇവരെല്ലാരും ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഭാനു മരിച്ചതിന്റെ വേദന മാറാൻ ഇനി ഒന്നേ ഉള്ളൂ. അവൾ ഞങ്ങൾക്കായി തന്നിട്ട് പോയി ഈ സ്വത്ത് ഇവരെ ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. ഞാൻ നോക്കിക്കോളാം, നന്നായി നോക്കിക്കോളാം. കൃഷ്ണ, അതൊന്നും വേണ്ട. ഇതെല്ലാം കൃഷ്ണന്റെ കാശാണ് സാർ. ഇത്രയും നാൾ എൻ്റെ കൂടെ ജോലി ചെയ്ത് അവനുണ്ടാക്കിയ സമ്പാദ്യ. എൻ്റെ സ്ഥാനത്ത് നിന്ന് ഇവരെ നന്നായി നോക്കിയതിന് നിങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വേണ്ട സാർ, നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കൊണ്ടുപോകുന്നത് ഒരു കുട്ടിയല്ല സാർ, 2. വണ്ടി നിർത്ത്. ശരി സാർ. കൃഷ്ണ, കൃഷ്ണ, ഇറങ്ങ്. വീടെത്തി, വേഗം ഇറങ്ങ്. നീ ഇറങ്ങ്. മോളെ എൻ്റെ കയ്യിലേക്ക് താ. വണ്ടി എടുക്ക്. നീല, 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 നീല. കൃഷ്ണന് വേണ്ടുന്ന മരുന്ന് അവൻ്റെ മോള.